പെരുന്നാൾ അടുത്തതോടെ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ പരമ്പരാഗത ചന്തകൾ സജീവമായി. പെരുന്നാളിന് വേണ്ട എല്ലാ വസ്തുക്കളും ഈ ഗ്രാമീണ ചന്തയിലൂടെ ലഭിക്കും. ഒമാനിൽ പെരുന്നാൾ ചന്തകൾ സുലഭമാണ്. പെരുന്നാൾ സാധനങ്ങൾ വാങ്ങാൻ നിരവധി പേരാണ് ഈ ചന്തകളിലേക്ക് ഒഴുകിയെത്താറുള്ളത്. പെരുന്നാളിനാവശ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം ഒരിടത്തിൽ ലഭ്യമാകുന്ന ചന്തകൾ. ഒമാനിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഇങ്ങനെ പരമ്പരാഗത ചന്തകൾ ഉണ്ടാകും. കന്നുകാലികളും വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം ലഭിക്കുന്ന ഇടങ്ങൾ. വിവിധ ഗവർണറുകളിൽ ഇത്തരം പരമ്പരാഗത ചന്തകളിൽ ഏറ്റവും തിരക്കേറുന്ന സമയം കൂടിയാണ് പെരുന്നാൾ സീസൺ. മസ്കത്ത് വാദി കബീറിലെ ചന്ത പെരുന്നാൾ കച്ചവടത്തിൻ്റെ തിരക്കിലായിരുന്നു. തൊപ്പിക്കും വസ്ത്രങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. സുഗന്ധദ്രവ്യങ്ങളും ആഭരണങ്ങളുടെയും കച്ചവടക്കാർ പെരുന്നാളിന് മുന്നിൽ കണ്ടു തന്നെയാണ് ഉൽപ്പന്നങ്ങൾ നിരത്തിവച്ചിരുന്നത്. വില കുറഞ്ഞ് ഉൽപ്പന്നങ്ങൾ കിട്ടുമെന്നതാണ് ഇത്തരം ചന്തകളിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. പെരുന്നാളിന് മുമ്പ് ഇത്തരം പരമ്പരാഗത ചന്തകളിലേക്ക് കുടുംബത്തെയും കൊണ്ടുപോവുക എന്നത് സ്വദേശികളുടെ രീതിയാണ്. മസ്കത്തിലെ പരമ്പരാഗത സൂക്കായ മത്ര സൂക്കും പെരുന്നാൾ തിരക്കിലാണ്. ഗ്രാമങ്ങളിലാണെങ്കിൽ തോട്ടങ്ങൾക്ക് നടുവിൽ പെരുന്നാളിനോടനുബന്ധിച്ച് താൽക്കാലിക ചന്തകൾ ഉയരാറുണ്ട്. ഹബ്ത എന്നാണ് ഇതിനെ വിളിക്കുക. പൊതു അവധി നേരത്തെ പ്രഖ്യാപിച്ചതോടെ ഒമാനിൽ പെരുന്നാൾ ആഘോഷമാക്കാനുള്ളതെല്ലാം വാങ്ങാനായി ഇത്തരം ചന്തകളിലേക്ക് സ്വദേശികളും വിദേശികളും കൂട്ടമായി എത്തുകയാണ്. മീഡിയ 1 മസ്കത്ത്.